CPM-ന് പ്രതിസന്ധികൾ പുത്തിരിയില്ലെന്നും അതെല്ലാം മറികടക്കാനുള്ള സംഘടനാശേഷി പാർട്ടിക്കുണ്ടെന്നും പി നന്ദകുമാർ MLA പറഞ്ഞു. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ യാതൊരു സംഘടനാ പ്രശ്നങ്ങളുമില്ല. വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും CPM-ലില്ല. പ്രസ്ഥാനമാണ് വലുത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലുണ്ടായ വിമത സ്വരങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. മുന്നേയും ഇതുണ്ടായിട്ടുണ്ട്. 2011 ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോഴും 2021 തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിമത നീക്കങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് വിജയം കൈവരിക്കാൻ പാർട്ടിക്കായിട്ടുണ്ട്. വ്യക്തികളല്ല, പാർട്ടിയാണ് വലുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്ക് നിലവിൽ ആരും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വന്നാൽ അതിനെ അതിജയിക്കാനുള്ള ശേഷി പാർട്ടിക്കുണ്ട്. TM സിദ്ദിഖ് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നത് ശരിയല്ല. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇടതുപക്ഷത്താകെ പ്രതിസന്ധിയാണെന്ന പ്രചാരണം UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രായമുള്ളത് എല്ലാവരും മാത്രമല്ലല്ലോ പാർട്ടിക്കകത്ത് കടന്നു പോയി. ചെറുപ്പക്കാരെ സംബന്ധിച്ച് കടന്നു വരുന്നു. സക്കീർത്ത് ചെറുപ്പക്കാരനൊന്നുമില്ല. അയാൾ ഇവിടുത്തെ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യമായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറായിരുന്നു അവിടുത്തെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാദറോട് പാർട്ടി പ്രവർത്തകനായിരുന്നു. അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് പിന്നെ അദ്ദേഹം ഈ അഡ്വക്കേറ്റിന് പ്രൊഫഷണലായിട്ട് പോയതിനു ശേഷം നമ്മളെ പാർട്ടി ചുമതലപ്പെടുത്തി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു ആക്ഷേപത്തിന് വകയില്ലാത്ത രൂപത്തിലേക്ക് PSCക്കകത്ത് പല മാറ്റവും കൊണ്ടുവന്ന അദ്ദേഹം ചെയർമാനായ സമയത്താണ്. വഖഫ് ബോർഡിലെ പോലെ പരാതിയില്ലാത്ത ഒരു ചെയർമാനായിരുന്നു ഒരു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് ഞാൻ ഫുൾ ടൈം പാർട്ടി പ്രവർത്തനമായിട്ട് ദശകങ്ങളായിട്ടുണ്ട്. ആ വ്യത്യാസം ഇപ്പോൾ വരുന്ന ആളെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടാവും പ്രായം. പക്ഷേ അയാളെ നല്ല അറിയുന്ന ആളാണ്, ബന്ധപ്പെട്ട ആളാണ്, ഇവിടുത്തെ കഴിവുള്ള ആളാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അംഗീകാരമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. യാതൊരു സംശയമില്ല. TM സിദ്ദിഖ് സ്ഥാനാർത്ഥിയാവാൻ കഴിവുള്ള ഒരാളായിരുന്നു, പരിഗണിക്കപ്പെടേണ്ട ഒരാളായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവും, പക്ഷേ പാർട്ടിക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് ആരാവും സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത്. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.